വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. 2025 അവസാന വിശുദ്ധ ഞായറാഴ്ചയിലേക്ക് എത്തുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലമായിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. സ്തോത്രം. വളരെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഒരാഴ്ച കാലം നമ്മൾ പലവിധമായ ജോലികളിലും പ്രാർത്ഥനകളിലും ഒക്കെ നമ്മളായിരുന്നു. കുഞ്ഞുങ്ങളും സ്കൂളിലൊക്കെ കടന്നുപോയി. എവിടെയൊക്കെ ദൈവം പരിപാലിച്ചു. ഒരാൾ പോലും കുറയാതെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കുടുംബമായി കർത്താവ് നമ്മളെ സഹായിച്ചതിന് ഓർത്തുകൊണ്ട് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാ വാഹന അപകടത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിപ്പാനിടയായല്ലോ. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം പ്രബോധിപ്പിച്ച് വേഗത്തിലിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം. 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തന്നാട്ടെ. ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. ഇന്ന് നമ്മളെല്ലാവരും പറയുന്നു, ഓരോരുത്തരും പറയുകയാണ്, അവരവർ പറയുന്നു, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണം. പറഞ്ഞാട്ടെ, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണം. സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ചിന്ത ഇതാണ്, എൻ്റെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണമേ. നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോൾ അത് വലിയൊരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് വിശാലമാക്കാൻ പറ്റുന്നുണ്ട്. 2 ജോഡി ഡ്രസ്സ് 10 ജോഡിയിലേക്ക് വിശാലത വരുത്തും. അത് 100ലേക്കും വിശാലത വരുത്തും. നമ്മുടെ ഭവനം, ചെറിയ ഭവനങ്ങൾ വലിയ ഭവനങ്ങളായി മാറും. അത് വിശാലത വരുത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലതും വിശാലത വന്നിട്ടുണ്ട്. വിശാലത വന്നവരായിട്ട് സ്വതന്ത്രം ചെയ്താട്ടെ. സ്വതന്ത്രം. സൈക്കിളായിരുന്നവർ ബൈക്കായി, പിന്നെ ബൈക്ക് കാറായി. അതൊക്കെ വിശാലത വരുത്താൻ പറ്റും. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ഹൃദയത്തെ വിശാലത വരുത്തണമേ. ഒരു ദൈവ പൈതലിന് വേണ്ടത് നമ്മുടെ ഹൃദയ വിശാലതയും കൂടെയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ദിവസം എൻ്റെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണമേ. അങ്ങനെ വിശാലത വരുമ്പോൾ എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും. സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയം വിശാലതയിലേക്ക് വരുമ്പോൾ എല്ലാ ആത്മീക ഭൗതിക മേഖലകളിലും വിശാലതകൾ വെളിപ്പെടുവാനിടയാകും. അപ്പോൾ ഹൃദയത്തിൻ്റെ വിശാലത നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിൽ എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് പറയാനുള്ള, എന്നെ കൂടെ ചേർത്ത് ഞാൻ പറയുന്നു, നമ്മുടെ ഹൃദയം ഈ 2025 വിശാലതയിലേക്ക് വരുവാൻ എത്ര പേര് സ്തോത്രം ചെയ്യും? സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് സാമ്പത്തികമായ വിശാലത ഇല്ലെങ്കിലും ആത്മീകമായ വിശാലതയിലേക്ക് വരുവാൻ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ഇന്ന് പകൽക്കാലം എനിക്കൊരു ആത്മീകമായ വിശാലത വേദിയിൽ ബഹുമാനപ്പെട്ട ദൈവഭക്തൻ പറഞ്ഞ ഈ സങ്കീർത്തന പ്രബോധനത്തിൽ നിന്നുകൊണ്ട്, കർത്താവേ, എനിക്ക് ഭൗതികമായ വിശാലത എനിക്ക് ഉണ്ടോ ഇല്ലെന്നല്ല, പക്ഷേ ഇന്ന് പകൽക്കാലം ഈ 2025 എനിക്കൊരു ആത്മീകമായ വിശാലത വേണമെന്ന് പറയുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം കരങ്ങൾ തട്ടി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ തട്ടി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സാമ്പത്തികമില്ലെങ്കിലും ഭൗതിക നന്മ വിശാലതയില്ലെങ്കിലും ആത്മീകത്തിൽ എനിക്കൊരു വിശാലത വേണം. പ്രാർത്ഥന മേഖലകളിൽ, ആരാധന മേഖലകളിൽ, വചന ശുശ്രൂഷകളിൽ, സുവിശേഷ വേലകളിൽ, ഉപവാസത്തിൽ ഒരു വിശാലത എനിക്ക് തരണമേ എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഈ പ്രബോധനം കൈമാറുകയാണ്. ആ പ്രതിക്കൂട്ടിൽ ഞാനുമുണ്ട്. ഞാനും ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇത് ഞാൻ ധ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നു. ഈ 2025 ഒരു ആത്മീകമായ വിശാലത തമ്പുരാനെ എനിക്ക് തരണമേ. അത് പ്രാർത്ഥനയിലാകട്ടെ, ആരാധനയിലാകട്ടെ, വചന ധ്യാനത്തിലാകട്ടെ,
ഉപവാസത്തിലാകട്ടെ, വിശുദ്ധിയിലാകട്ടെ, അങ്ങനെ എല്ലാ ആത്മീക മേഖലകളിലും ഒരു വലിയ വിശാലത തമ്പുരാനെ എനിക്ക് തരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. അവരെ അനുഗ്രഹിപ്പാൻ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ഈ ആലയത്തിനകത്തും ഇറങ്ങി വന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. കർത്താവ് നമ്മളെ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ വിശാലതയിലേക്ക് വരുത്തും. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നല്ല. സ്തോത്രം. നമ്മളിപ്പോ ശരിക്കും സംസാരിക്കും, പക്ഷേ അവന്റെ ഹൃദയം നമുക്കറിയത്തില്ല. ഇവിടെ ഇരുന്നും എന്റെ തമ്പുരാനെ എന്നെ ഒന്ന് വിശാലമായ വഴിയിലേക്ക് ഒന്ന് നടത്തണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ കാണുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർക്ക് അറിയത്തില്ല, പക്ഷേ തമ്പുരാൻ അറിയാം. അങ്ങനെ ഹൃദയം സമർപ്പിച്ചവർക്ക് വേണ്ടി തമ്പുരാൻ ഇറങ്ങി വന്ന് അവരെ വിശാലതയിലേക്കും പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും ഉപവാസത്തിലേക്കും വിശുദ്ധിയിലേക്കും അവരെ വിശാലമായ വഴിയിലേക്ക് നടത്തുവാൻ സൈന്യങ്ങളുടെ യഹോവ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ വർഷം വിശാലത വരുത്തുന്ന വർഷമായി തീരട്ടെ. ഇതാ കണ്ടോ, വേദപുസ്തകം പഠിക്കുമ്പോൾ ഒത്തിരി ദൈവഭക്തന്മാർ അവരുടെ പ്രവാചകന്മാരും കൂടെയാണ്. ആ പ്രവാചകന്മാർ പറയുകയാണ്, വലിയ പ്രവാചകനാകുന്ന ഏലീശയോട് പറയുന്നു, യജമാനരെ, ഞങ്ങളുടെ വാസസ്ഥലം, ഞങ്ങളുടെ ജീവിത സ്ഥലം വളരെ ഞെരുക്കമാണ്. ഒരു വിശാലത ഒരു ദിവസം കൊണ്ട് ചിന്തിച്ചതല്ല, വർഷങ്ങൾ 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 പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ അവര് അത്രമാത്രം അനിലിയ പ്രവാചക ശിഷ്യന്മാര് കിടന്നുറങ്ങാൻ കഴിയാതെ സ്ഥലമില്ലാതെ ഞെരുങ്ങി നിൽക്കുമ്പോൾ അവര് മാസങ്ങളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, വർഷങ്ങളായി മാസങ്ങളായി ആഴ്ചകളായി പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ, നിങ്ങളെ വിശാലതയിലേക്ക് വരുത്തുവാൻ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വിശാലതയിലേക്ക് നടത്തുവാൻ ഒരു മനുഷ്യനും കഴിയുന്നില്ല, പക്ഷേ നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാന് കഴിയും. സ്തോത്രം. പക്ഷേ നമ്മൾ മനസ്സ് വെച്ചാൽ മതി. ഞാനും നിങ്ങളും ഒരു പടിയുടെ മനസ്സ് വെച്ചാൽ മതി. എനിക്ക് വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, ഞാൻ ഒരുക്കത്തോടെ അതിരാവിലെ ഒരുങ്ങുകയാണ്. ഒരുക്കമുണ്ടെങ്കിൽ നമുക്ക് വിശാലത വരുവാനിടയാം. കണ്ടോ, അവിടെ ഒരു വലിയ വിശാലത അവർക്ക് കാണുവാനിടയായി. കാരണം ഒരു ദിവസത്തെയല്ല, മാസങ്ങളും മാസങ്ങളും അവരെ ആഗ്രഹിച്ചതായിരുന്നു ഒരു വലിയ വിശാലത. പ്രിയമുള്ളവരെ, നമ്മളും ആഗ്രഹിക്കുന്നതല്ലേ ഒരു വിശാലത. സ്തോത്രം. ആ വിശാലത തരുവാൻ എൻ്റെ കർത്താവ് ഈ കൂടാരത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് 31-ാമത്തെ വാക്യം നടന്ന് വായിച്ചു തന്നിട്ട്. സ്തോത്രം. സ്തോത്രം. അവിടെ വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ഹൃദയം വിശാലമാകുമ്പോൾ പിന്നെ നടന്നല്ല പോണത്, പിന്നെ ഓട്ടമാണ്. ഒരു സ്തോത്രം ചെയ്താട്ടെ. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന, നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോൾ പിന്നെ പതുക്കെ പതുക്കെയല്ല പോണത് നമ്മുടെ ആത്മീക കാര്യങ്ങൾ, വേഗതയിലേക്ക് ഓടുവാനിടയാകും. അപ്പോൾ നമ്മുടെ ഹൃദയം ആത്മീകത്തിന്റെ വിശാലതയിലേക്ക് പൊന്തി വരുമ്പോൾ പിന്നെ വലിയൊരു യാത്രയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ പതുക്കെ നടന്നു പോകുകയല്ല. എല്ലാ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കത്തില്ല. നാളെ പ്രാർത്ഥന മതി, മറ്റന്നാ മതി, അടുത്ത ദിവസം ഉപവസിക്കാം, പിന്നെ ഉപവസിക്കാം, അങ്ങനെയല്ല. നമ്മുടെ ഹൃദയം വിശാലപ്പെടുമ്പോൾ പിന്നെ മാറ്റിവെക്കത്തില്ല. പിന്നെ ഒരു ഓട്ടമാണ്. ഒരു പടക്കുതിരെ പോലെ ആ ഒരു ആത്മീക മനുഷ്യൻ ഓടുന്നത് പോലെ ഇങ്ങോട്ട് ഭക്തന്മാരെ വിളിച്ചു പറയും, പ്രാർത്ഥന വേണം, സുവിശേഷത്തിന് പോകണമെന്നുള്ള ഒരു ആത്മീക ദാഹം ആ പ്രിയപ്പെട്ടവരിൽ വെളിപ്പെടുവാനിടയാകും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ഹൃദയം ഇന്ന് പകൽക്കാലം വിശാലതയിലേക്ക് വരുവാൻ കർത്താവിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുവാനിടയാകും. സ്തോത്രം. ഒരു വാക്യോടെ ഞാൻ വായിച്ച് ഞാൻ ഈ സങ്കീർത്തനം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം,
ഭൗതികത്തിലും ആത്മീകത്തിലും ഞാനും നിങ്ങളും ഞെരുക്കമാണെങ്കിൽ ഭാരപ്പെടേണ്ട. ഈ വചനം ചൊല്ലി ഞാൻ പറയുന്നു, ഒരു വിശാലതയുണ്ട്. ഈ വചനം വെച്ച് ഞാൻ പറയുന്നു, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ, അവിടെ ഭൗതികമാകട്ടെ ആത്മീകമാകട്ടെ, ഏതെല്ലാം ഞെരുക്കത്തിലാണോ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഹൃദയം ധരലിയെ തുറന്ന് എനിക്കൊരു വിശാലത വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം ചൊല്ലി ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ഒരു വിശാലത വെളിപ്പെടുവാനിടയാകും. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തുവാനിടയായി. വിശാലത വരുത്തുന്ന മഹാദൈവം നമ്മുടെ നടുവിൽ നിൽക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വിശാലത വരുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയം ഒന്ന് ഒരുങ്ങിയാൽ മതി. അബ്രഹാം പിതാവ് തന്റെ മകനെ ആകർപ്പിക്കാൻ പോയപ്പോൾ ഒരുക്കത്തോടെ രാവിലെ എഴുന്നേൽക്കുകയാണ് അദ്ദേഹം. ഒരുക്കമുണ്ടെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഒരുക്കമുണ്ടെങ്കിൽ, ആത്മീകത്തിൽ നമുക്ക് വിശാലത വരുവാനിടയാകും. ഭൗതികത്തിൽ നമുക്ക് വിശാലത വരുവാനിടയാകും. സ്തോത്രം. ഇതാ ഒരു ഭക്തൻ വിളിച്ചു പറയുകയാണ്, എന്റെ അതിരുകളെ വിശാലമാക്കണമേ. ഏതാണ് അദ്ദേഹം ചോദിച്ചത്? ഭൗതികമായിരിക്കാം. എന്നാൽ നമുക്ക് ആത്മീകമായി ചിന്തിക്കാം. എന്റെ അതിരുകൾ ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ, ആത്മീകത്തിനും ഭൗതികത്തിനും വിശാലത വരുത്തുവാൻ ഒരു ഭക്തൻ വിളിച്ചു പറയുവാനിടയായി, എന്റെ അതിരുകളെ വിശാലമാക്കണമേ. ആരെല്ലാം തടഞ്ഞു വെച്ചാലും പ്രാർത്ഥിക്കുന്ന തന്റെ ദൈവ ജനത്തിന് വേണ്ടി, മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി വിശാലമാക്കുന്ന ഒരു മഹാദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനകളെ വലിയ വിസ്താരമാക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. വിശാലമായ ഒരു മനസ്സിനായി. സ്തോത്രം. കണ്ടു, വിശാലമായ മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പ്രബോധിപ്പിക്കുന്ന എനിക്കും നിങ്ങൾക്കും. ഇത് ദാവീദും കൂട്ടരും ഒരു യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞു, എല്ലാവരും യുദ്ധത്തിന് പോകണ്ട, കുറച്ചു പേര് പോയാൽ മതി. അങ്ങനെ കുറച്ചു പേര് പോയി. ബാക്കിയുള്ള മുഴുവനും പടക്കോപ്പുകൾ സൂക്ഷിച്ചു നിന്നു. യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചു വന്നപ്പോൾ ഒത്തിരി നന്മകൾ കിട്ടി, കൊള്ള കിട്ടിയപ്പോൾ യുദ്ധത്തിന് പോയി പറഞ്ഞ്, പടക്കോപ്പ് സൂക്ഷിച്ചവർക്ക് നമുക്ക് പങ്കുവയ്ക്കുന്ന ഒരു നന്മ കൊടുക്കണ്ട. അപ്പോൾ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്ന, ദൈവാത്മാവുള്ള മനുഷ്യനാകുന്ന, വിശാല മനസ്സുള്ള ദാവീദ് പറഞ്ഞു, അങ്ങനെയല്ല, ഈ പടക്കോപ്പ് സൂക്ഷിച്ചവർക്കും യുദ്ധം ചെയ്യാൻ പോയി നമുക്കും ലഭിച്ചതുപോലെ തന്നെ അവർക്ക് കൊടുക്കണം. ഇതാണ് വിശാലത. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ എന്ന് പറയുമ്പോൾ അത് എല്ലാ മേഖലകളിലും വിശാലമായി വെളിപ്പെടുവാനിടയാകും. സ്തോത്രം. ഈ 2025 ഈ മാസത്തിൽ നമ്മുടെ ഹൃദയം ഒരു വലിയ വിശാലമായ അനുഭവത്തിലേക്ക് തമ്പുരാൻ നമ്മളെ കൊണ്ടുവരട്ടെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബങ്ങളുണ്ട്, അപ്പോൾ തന്നെ സഭയും ഒരു കുടുംബമാണ്. സ്തോത്രം. നാം പല ജില്ലകളിലും പല മാതാപിതാക്കൾ ജനിച്ചവരാണെങ്കിലും ക്രിസ്തുവിൽ നമ്മൾ ഒരു അപ്പൻ്റെ മക്കളായി തീർന്നതുകൊണ്ട് സഭ ഒരു കുടുംബമാണ്. സ്തോത്രം. അങ്ങനെ സഭയെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഒരു വിശാലത തരുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, ഒരു വിശാലതയിലേക്ക് എന്നെ നടത്തണമേ എന്ന് എത്ര പേര് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കും. തമ്പുരാൻ നിങ്ങളെ വിശാലതയിലേക്ക് നടത്തുവാനിടയാകും. ഭൗതികത്തിലും ആത്മീകത്തിലും ഞെരുക്കമാണെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവവചനം പറയുന്നു, ഞെരുക്കത്തിൽ ഇരുന്നവരെയാണ് വിശാലത വരുത്തിയത്. ശത്രുക്കളുടെ മുമ്പിലാണ് മേശ ഒരുക്കുന്നത്. ഞാൻ എൻ്റെ ഹൃദയം വിശാലമാകുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളിലേക്ക് ഓടുവാനിടയാകും. കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തെ വലിയൊരു വിശാലതയിലേക്ക്, ആത്മീക വിശാലതയിലേക്ക് നടത്തണമേ. എനിക്ക് ഭൗതികമായ കർത്താവെ വിശാലതകൾ ഇല്ലെങ്കിലും എന്നെ ആത്മീകമായ വിശാലതയിലേക്ക് എന്നെ ഒന്ന് നടത്തണമേ, എന്നെ അവിടെ ഒന്ന് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ മക്കളെ, ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മീകമായൊരു അനുഗ്രഹം, വിശാലത തൻ്റെ ജനത്തെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളാലും
തന്റെ ദാസിദാസന്മാരെ വിശാലതയിലേക്ക് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മാനിക്കും, ആദരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.